എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഗീത ചേച്ചീൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റി. കാരണം ഞാൻ ചേച്ചീനെ ആദ്യമായിട്ട് കഥ പറയാൻ വേണ്ടി വിളിക്കുമ്പോ ഒക്കെ ഞാൻ പറയും ചേച്ചി ശ്യാമള ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അത് പറഞ്ഞോണ്ടാവും. അത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു വിഷ്ണു ആയാലും അഭി ആയാലും അപ്പു ആയാലും ഞാനായാലും ഒക്കെ ജനിക്കുന്നതിന് മുൻപേ സിനിമയിൽ വന്ന ഒരാൾ. 40 വർഷത്തെ സിനിമാ ജീവിതം. അന്ന് എങ്ങനെ സിനിമയെ കണ്ടിരുന്നു, ഇന്ന് എങ്ങനെ കാണുന്നു? പക്ഷെ അതേ ലുക്ക് വൈസ് നോക്കിയേ, അതെ ഞാൻ അതുപോലെ ചെറുപ്പമായിട്ടിരിക്കുന്നു. നമ്മളിത്ര ചെറുപ്പത്തിൽ കണ്ട സിനിമ ആണെങ്കിലും ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. ഈയിടയ്ക്ക് ഞാൻ ചെന്നൈ പോയപ്പോ ചേച്ചി ഞാനോട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ചേച്ചി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സംഗീതിച്ചൊരു മോളാണ്. ഇനി ചേച്ചി മോളെ വിട്ടാണ് ഞങ്ങൾക്ക് തോന്നി. കാരണം അന്ന് എനിക്ക് ചേച്ചി വേറൊരു കോസ്റ്റ്യൂമിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ചേച്ചി തന്നെയാണോ ഇത്? അതെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ചാവേർ ഇറങ്ങിയപ്പോഴാണ് ചേച്ചിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളി വീണ്ടും കാണുന്നത്. ആ ഇന്റർവ്യൂവിന്റെ താഴെ മൊത്തം എന്റെ അമ്മ ഇത് എങ്ങനെയാണ് ഈ സൗന്ദര്യം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എനിക്കൊന്ന് അതിലും ചെറുപ്പമായി നമുക്ക് പറയേണ്ടി വരും. പറയൂ ചേച്ചി, അന്ന് എങ്ങനെയാണ് സിനിമയെ കണ്ടിരുന്നത്, ഇന്ന് എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഞാൻ ഫുൾ ടൈം പ്രൊഫഷണലി ആക്ടറല്ലേ. സോ അപ്പോൾ ഞാൻ ബ്ലെസ്ഡ് ആണ് എപ്പോഴും. എനിക്ക് കിട്ടുന്ന ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ ക്രിയേറ്റേഴ്സാണ്. ഞാൻ കുറച്ച് ക്രിയേറ്റർ ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആക്ടേഴ്സ് അല്ല. സോ അപ്പോൾ തമിഴിലും മലയാളത്തിലും എനിക്ക് നല്ല ക്രിയേറ്റേഴ്സ് കിട്ടി. അതുപോലെയാണ് ഇപ്പം മാളികാപുരം റൈറ്റർ എന്നോട് സംസാരിക്കുമ്പോഴാണ് അഭിലാഷ പിന്നെയല്ല ഞാൻ ഇൻട്രൊഡ്യൂസ് ആയത്. ആദ്യം എനിക്ക് മാളികാപുരം റൈറ്റർ. ഓക്കെ, അങ്ങനെ എനിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനത്തെ ഒരു പടത്തിൻ്റെ റൈറ്റർ നമ്മൾ അപ്രോച്ച് ചെയ്ത് നമുക്കൊരു ക്യാരക്ടർ പറഞ്ഞ് ആ ക്യാരക്ടർ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു റോളാണ്. അപ്പോൾ എനിക്ക് ഡബിൾ ബോണസ് അല്ലേ, ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഐ എം ലൈക്ക് എ ന്യൂ കമ്മർ. ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓൺ ദ സെറ്റ്സ് ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഐ വാസ് ഒബ്സർവിങ് ദം, ഐ വാസ് ലേണിങ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോഴേക്കാളും ഇപ്പോൾ ഐ എം ഏബിൾ ടു, ഇപ്പോൾ ഒരു അബ്സർവൻറ്റ് ഫേസിലാണ് ഞാൻ. സോ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെയില്ല. ഞാൻ അപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, 19 years. ഐ എം 46 നൗ. സോ ഒരു 46-ന് ആവശ്യമുള്ള ഒരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ എപ്പോഴും പറഞ്ഞത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പം ആനന്ദ് ശ്രീബാല എങ്ങനെയാണ് അങ്ങനെ പ്രിയപ്പെട്ടതാവുന്നത്? അതന്നെ, ഞാൻ ബ്ലെസ്ഡ് ആണ്. അതാണ് ഞാൻ പറയണത്. എന്നെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ മോസ്റ്റ്ലി വളരെ ജെന്യൂൻ ആയിട്ടുള്ളതാണ് എന്നെ അപ്രോച്ച് ചെയ്യുക, വെദർ ഇറ്റ്സ് പ്രൊഫഷണലി പേഴ്സണലി എന്തായാലും. അപ്പം അതിലും എനിക്ക് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനൊക്കെ കിട്ടുമ്പോൾ ഇറ്റ്സ് ബിറ്റ് മോർ ബ്ലെസ്ഡ് തിങ്.